സിനിമാക്കാരനല്ലാത്ത ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മൂപ്പര് വായനക്കാരനായ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മൂപ്പര് വായിച്ച കാര്യങ്ങൾ നല്ല ഓർമ്മയാണ്. ഞാനൊക്കെ ഒരു പുസ്തകം വായിച്ചാൽ പിന്നീട് അങ്ങോട്ടെത്തുമ്പോൾ ഓർമ്മയുണ്ടാവില്ല, ഓർമ്മിപ്പിക്കണം, ഭയങ്കര ഓർമ്മയാണ്. പിന്നെ ശ്രീകണ്ഠൻ വായിക്കുന്ന ഓരോ പുസ്തകങ്ങളെക്കുറിച്ച് ഓരോ വരവിനും പറയും. അത് ചിലപ്പോൾ നമുക്ക് വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് തോന്നില്ല വായിച്ചാൽ, പക്ഷേ ശ്രീകണ്ഠൻ പറയുമ്പോൾ അത് വായിച്ചേ അടങ്ങൂ എന്നുള്ളൊരു തോന്നൽ വരും. ചിലപ്പോൾ ശ്രീകണ്ഠൻ എവിടുന്നെങ്കിലും ഈ പുസ്തകത്തെക്കുറിച്ചിട്ട് റിവ്യൂസൊക്കെ വായിച്ചിട്ടുണ്ടാവാം. അത് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ വായിച്ച പോലെ പറയാം, ഞാൻ ആ പുസ്തകം തേടി പിടിച്ച് പോകും അന്ന്. അങ്ങനെ ഒരു 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 എന്താ പറയുക, വായനയുടെ ഒരു ലോകം അതിലേക്ക് നമ്മളെ തള്ളിവിട്ടതും പിന്നെ നമ്മൾ ചിന്തിക്കാനൊക്കെ, നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനൊക്കെ ഒരുപാട് പ്രേരണ ശ്രീകണ്ഠൻ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്നുള്ളതല്ല, നമ്മൾ വീട്ടിൽ സിനിമ ഇല്ല. ആക്ച്വലി ശ്രീകണ്ഠൻ നാട്ടിൽ വീട്ടിൽ സിനിമ സംസാരിക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതിന് താല്പര്യനായതുകൊണ്ട് മാത്രം സംസാരിക്കും. പിന്നെ എത്ര വലിയ സിറ്റുവേഷനെയും വളരെ നർമ്മത്തോടുകൂടി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. നമുക്കെല്ലാം ഒരു ടെൻഷൻ വരുമ്പോൾ ഒട്ടും നർമ്മം വരില്ല, നർമ്മമേ ഉണ്ടാവില്ല. ശ്രീകണ്ഠൻ അങ്ങനെയൊന്നുമില്ല, അതിനെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് ഒരു പിന്നെ നാട്ടുകാരെന്നുള്ള രീതിയിൽ പിന്നെ പണ്ട് മുതൽ ഞാൻ കേൾക്കാറുണ്ട് നാടകം അങ്ങനെയുള്ള പരിപാടികൾ. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രീകണ്ഠൻ ഇത് പറയാൻ സിനിമ അല്ലാത്ത ശ്രീനിവാസൻ എന്ന് പറയാൻ ശ്രമിക്കുന്നത് ഈ ഒരു മേഖലയിലൂടെയാണ്. പക്ഷേ ഇത് തന്നെയാണ് സിനിമയിലും വരുന്നത്. കാരണം അനുഭവങ്ങളെ രസകരമായിട്ടും ഒരു ഹാസ്യാത്മകമായിട്ടും സിനിമയിൽ കൊണ്ടുവരിക. കാരണം ശ്രീകണ്ഠനുണ്ടാകുന്ന അനുഭവങ്ങൾ കുറേയൊക്കെ എനിക്കും അറിയാം, നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ നമുക്കും അറിയാനാണ്. പക്ഷെ അതിനൊക്കെ ഇത്രയും രസകരമായിട്ടും ഈസിനെസ്സോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ള വ്യക്തി എന്നുള്ളത് അത് മറ്റാരും എൻ്റെ അറിവിലില്ല.